നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വറുതിക്കിടയിൽ ആശ്വാസവുമായി MA യൂസഫലി. നാട്ടികയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് ആഭ്യന്തര മന്ത്രിക്ക് നിവേദനം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ചാമക്കല കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഷിഗല്ല രോഗപ്രതിരോധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഹാപ്പിനെസ് മതിലകം പദ്ധതിക്ക് തുടക്കം. അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് ഡിജിറ്റൽ മാജിക് സ്ലൈറ്റ് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. വറുതിക്കിടയിൽ ആശ്വാസവുമായി MA യൂസഫലി. നാട്ടികയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി. കാലവർഷവും ട്രോളിംഗ് നിരോധനവും തുടങ്ങിയതോടെ വറുതിയിലായ മത്സ്യബന്ധന തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയാണ് MA യൂസഫലി സഹായവുമായി എത്തിയത്. അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റാണ് മത്സ്യത്തൊഴിലാളികൾക്കായി വിതരണം ചെയ്തത്. നാട്ടിക ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി MLA ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാലങ്ങളായി MA യൂസഫലി ജന്മനാട്ടിലെ നാട്ടുകാർക്കായി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സഹായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഗീതാഗോപി കൂട്ടിച്ചേർത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ഷൗക്കത്ത് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, വാർഡ് അംഗം സിനി രാജീവ്, ലുലു ഗ്രൂപ്പ് CMTയുടെ സെക്രട്ടറി EA ഹാരിസ്, ലുലു മീഡിയ ഹെഡ് NB സ്വരാജ്, കൊടിയമ്പുഴം ദേവസ്വം സെക്രട്ടറി KP നാരായണൻ, മത്സ്യബന്ധന തൊഴിലാളി പ്രതിനിധി സുബേർ നാട്ടിക എന്നിവർ സംസാരിച്ചു. നാടിൻ്റെ നന്മയും സ്വന്തം ജനിച്ച നാടിൻ്റെ ജനങ്ങളുടെ ഹൃദയവും തൊട്ടറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിപ്രഭ. സാമാന്യം ഞാൻ കണ്ടതിലൊക്കെ ഏറ്റവും മഹത്തായ വ്യക്തിത്വം യൂസഫലി സാറിൻ്റെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. ഈ മഹത്തായ വ്യക്തിത്വം നമുക്ക് നൽകുന്ന ഓരോ സംഭാവനകളും ശിരസ്സ വഹിച്ചുകൊണ്ട് ഈ പഞ്ഞമാസക്കാലത്ത് മത്സ്യബന്ധന മേഖല തൊഴിലെടുക്കുന്നവർക്ക് ട്രോളിംഗ് നിരോധന സന്ദർഭത്തിൽ ആഴക്കടലിൽ പോയി ജീവൻ പോലും പണയം വെച്ച് ഈ തൊഴിലെടുക്കുന്ന കുടുംബങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നല ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫലി സാറിനെ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ലുലു ഗ്രൂപ്പിന് വേണ്ടി ബഹുമാനപ്പെട്ട യൂസഫലി സാറിന് വേണ്ടി ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് ആഭ്യന്തര മന്ത്രിക്ക് നിവേദനം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MK ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ചാമക്കല കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഷിഗല്ല രോഗപ്രതിരോധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ രോഗവ്യാപനം തടയുന്നതിനും വ്യക്തിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായി ക്ലാസുകളും ആരോഗ്യ പരിശോധനകളും നടത്തി. ചന്ദ്രാപിന്നി SRVUP സ്കൂളിൽ നടന്ന പരിപാടി ഹെൽത്ത് ഇൻസ്പെക്ടർ C. ബിജു ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AS രബിത, KS ആനന്ദ് ഷിഗല്ല രോഗത്തിന്റെ ലക്ഷണങ്ങൾ, രോഗവ്യാപന മാർഗങ്ങൾ, പ്രതിരോധ നടപടികൾ എന്നിവ വിശദീകരിച്ചു. ശുചിയായ കുടിവെള്ളം ഉപയോഗിക്കുക, ഭക്ഷണത്തിന് മുമ്പും ശൗചാലയം ഉപയോഗത്തിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക, വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. ബോധവൽക്കരണ പരിപാടിക്ക് വിദ്യാലയത്തിന്റെ ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് മീര P. രാമകൃഷ്ണൻ, MPTA പ്രസിഡന്റ് TA ഫസീന, അധ്യാപകർ, MLSP നഴ്സ്, ആശാപ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹാപ്പിനെസ് മതിലകം പദ്ധതിക്ക് തുടക്കം. അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് ഡിജിറ്റൽ മാജിക് സ്ലൈറ്റ് വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായ PH നിയാസ് വിഭാവനം ചെയ്ത ഹാപ്പിനെസ് മതിലകം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക്
ഒരു കുഞ്ഞു സമ്മാനം എന്ന പരിപാടിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മതിലകം ഡിവിഷനിലുള്ള എല്ലാ അംഗൻവാടി കുട്ടികൾക്കും ഡിജിറ്റൽ മാജിക് സ്ലൈറ്റുകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഡിവിഷൻ തല ഉദ്ഘാടനം മതിലകം വാർഡ് 13 കളരിപ്പറമ്പ് നവോദയ അംഗൻവാടിയിൽ നടന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രമേശ് ബാബു കുട്ടികൾക്ക് ഡിജിറ്റൽ മാജിക് സ്ലൈറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസിന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ പള്ളത്ത്, രതി ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാരായ സിൽഷ, ബിജി, ഷിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൈപ്പമംഗലം കൊപ്രകുളം ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ സഹസ്ഥാപനമായ നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിൽ +1 ബാച്ചുകൾ ആരംഭിച്ചു. +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിവയാണ് നിലവിൽ ആരംഭിച്ച കോഴ്സുകൾ. +1 സ്റ്റേറ്റ് സിലബസ് പഠനത്തോടൊപ്പം മഹത്തരമായ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ശരിയ കോഴ്സും ഉൾപ്പെട്ട പാഠ്യപദ്ധതിയും സ്കൂൾ സിലബസിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജാമിയ ബുസ്താനുൽ ഉലൂം ഡയറക്ടർ അഹമ്മദ് അനസി മൗലവി, അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അഫ്സൽ, നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ HOD സാലിഷ് വാളനപ്പള്ളി, പ്രിൻസിപ്പൽ റുബിന ടീച്ചർ, ബുസ്താൻ കോർഡിനേറ്റർ അബ്ദുൾ ബാരി ബുസ്താനി എന്നിവർ പങ്കെടുത്തു. വധശ്രമക്കേസ്, ലഹരിക്കേസ് ഉൾപ്പെടെ 20ഓളം കേസുകളിൽപ്പെട്ട് 8 വർഷത്തോളമായി മുങ്ങി നടന്നിരുന്ന പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി എറണാകുളത്ത് നിന്നാണ് ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായരും സംഘവും ഇയാളെ പിടികൂടിയത്. വരവൂർ തളിക്കൂട്ടു പിലാക്കൽ വീട്ടിൽ ഷിഹാബാണ് പിടിയിലായത്. മാപ്പറാണത്ത് വൈദ്യുതി ലൈനിൽ തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റു മരിച്ചു. KCB കരുവന്നൂർ മാരേജ് സെക്ഷനിലെ ലൈൻമാൻ ആറാട്ടുപുഴ സ്വദേശി അയ്യാണ്ടി വീട്ടിൽ 46 വയസ്സുള്ള മനോജാണ് മരിച്ചത്. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന KSRTC ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ഉൾപ്പെടെ 6 പേരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു. പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദേശീയപാതയോരത്തെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ തള്ളുന്നതിനിടെ ദേശീയപാതയിൽ നിർമ്മാണം നടത്തുന്ന കരാറുകാരെ കൈയോടെ പിടികൂടി പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ. തുടർന്ന് 5000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. കുതിരാൻ മേഖലയിൽ മാലിന്യം വിടുന്നതിൽ നാട്ടുകാർക്ക് വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇരുഭാഗത്തും ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്യാമറയില്ലാത്ത ഭാഗം നോക്കി പ്ലാസ്റ്റിക് കവർ തള്ളുന്നതിനിടെയാണ് കൊമ്പഴ 8ാം വാർഡിലെ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KP ചാക്കോച്ചന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർ നടപടികൾ സ്വീകരിച്ച് പിഴ ചുമത്തുകയും ചെയ്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്ര പ്രാദേശിക ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. മന്ത്രി OJ ജനീഷ് ആദ്യ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ കൗൺസിലർ VM ജോണി അധ്യക്ഷത വഹിച്ചു. KSRTC യൂണിറ്റ് ഇൻസ്പെക്ടർ V ദിലീപ് കുമാർ, DYSP പ്രമോദ്, PJ ജോൺ മിൽട്ടൺ, NK കൃഷ്ണകുമാർ, ES സാബു, V സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ചെമ്പൂക്കാവിൽ കൊറിയർ സ്ഥാപനത്തിൽ തീപിടുത്തം. ജവഹർ ബാലഭവൻ എതിർവശത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിന് പുറകുവശത്ത് പ്രവർത്തിക്കുന്ന ETDC കൊറിയർ സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. സ്ഥാപനത്തിനകത്തുണ്ടായിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളും കമ്പ്യൂട്ടറും കത്തിനശിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മൂർക്കനിക്കര സ്വദേശി കണ്ണന്റേതാണ് കൊറിയർ സർവീസ് സ്ഥാപനം. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA-യും ഹാഷ് ഓയിലും കഞ്ചാവുമായി 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കുരുമ്പിശ്ശേരി സ്വദേശികളായ പുതുക്കാട്ടിൽ വീട്ടിൽ പ്രണവ്, തറയിൽ വീട്ടിൽ അഖിൽ, എടക്കുളം സ്വദേശി പച്ചേരി വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്.
മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന പൊതുപ്രവർത്തകന് കാലത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. മന്ത്രി OJ ജനീഷിനെ കൊടുങ്ങല്ലൂർ പൗരാവലി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞുകുട്ടൻ ചത്തുരത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VS ബാബു അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അന്ത്രോസ് പുത്തൻവീട്ടിൽ, ചെയർമാൻ മഹല്ല് ഖത്തീബ് അബ്ദുൽ അസീസ് നിസാബി എന്നിവർ ആശീർവാദ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുബിത നിസാം, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാള അണ്ണല്ലൂരിൽ കാരൂർ റോഡിൽ പിക്കപ്പ് വാനിടിച്ച് യുവാവ് മരിച്ചു. കാരൂർ സ്വദേശി കരയമ്പറമ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള നിൻസൺ ജോസഫാണ് മരിച്ചത്. കാരൂർ കനാൽ പരിസരത്തുള്ള വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. വിയൂരിൽ പാൽവണ്ടിയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. പെരിഞ്ഞനത്ത് ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ടയർ പൊട്ടി യാത്രക്കാരന് പരിക്ക്. പറവൂർ സ്വദേശി സനീഷിനാണ് പരിക്കേറ്റത്. കാലിൽ സാരമായി പരിക്കേറ്റ ഇയാളെ ഹാർട്ട് ബീറ്റ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ദേശീയപാതയിൽ പെരിഞ്ഞനം പഞ്ചായത്ത് വളവിലാണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ കൂടിയായ ഇദ്ദേഹം ബസ്സിന് പിൻഭാഗത്ത് ടയറിന് മുകളിലുള്ള സീറ്റിലാണ് യാത്ര ചെയ്തിരുന്നത്. പെട്ടെന്ന് ടയർ പൊട്ടിയപ്പോഴുണ്ടായ പ്രഷർ മൂലം ബസിന്റെ ഷീറ്റ് തകർന്ന് ഇദ്ദേഹത്തിന്റെ കാൽ ഇതിനിടയിൽ കുടുങ്ങുകയായിരുന്നു. സീറ്റിൽ മറ്റു 2 പേര് ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഷിഗല്ല ബാധിച്ച് തൃശൂരിലും മരണം. മാപ്രാണം സ്വദേശിയാണ് മരിച്ചത്. വയറുവേദനയെ തുടർന്ന് കൊടകരയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഉറവിടം കണ്ടെത്താൻ പരിശോധന നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വറുതിക്കിടയിൽ ആശ്വാസവുമായി MA യൂസഫ് അലി. നാട്ടികയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് ആഭ്യന്തര മന്ത്രിക്ക് നിവേദനം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ചാമക്കല കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഷിഗല്ല രോഗ പ്രതിരോധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഹാപ്പിനെസ് മതിലകം പദ്ധതിക്ക് തുടക്കം. അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് ഡിജിറ്റൽ മാജിക് സ്ലൈറ്റ് വിതരണം ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.